Chapter 2 First Order Differential Equations. First Order Differential Equations എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡിഗ്രി, അതുപോലെ തന്നെ ഡിഗ്രി ഏത് വേണമെങ്കിലാവാം, ഓർഡർ ദാറ്റ് ഇസ് നമ്മളവിടെ dy/dx മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ഓർഡറിലുള്ളത്. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ പഠിച്ച പോലെ തന്നെ ആൾജിബ്രായിക് ഇക്വേഷൻസിൽ പഠിച്ച പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്യൂബിക് ഇക്വേഷൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ട് ഉണ്ടല്ലോ, ശരിയല്ലേ? ലീനിയർ ഇക്വേഷൻ പറയുമ്പോൾ ഡിഗ്രി 1, ക്വാഡ്രാറ്റിക് ആകുമ്പോൾ ഡിഗ്രി 2, ക്യൂബിക് ആകുമ്പോൾ ഡിഗ്രി 3 എന്ന് പറഞ്ഞിട്ടൊക്കെ. അതേപോലെ തന്നെ ഇവിടെയും ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ, ഡിഗ്രി എല്ലാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഓർഡർ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, dy/dx മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ സോൾവ് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദാറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എളുപ്പത്തിൽ സോൾവ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ കുറച്ച് മെത്തേഡിലൂടെ അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെല്ലാം, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെല്ലാം നമ്മൾ പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് സോൾവ് എന്നുള്ള ഓപ്ഷൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് സോൾവ് ചെയ്യുക ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായ കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്നു, സബ് ക്ലാസ്സസ് ആക്കി എടുക്കുന്നു എന്നാണ് നമ്മൾ അതിൻ്റെ പറയുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതുപോലെ തന്നെ ഏറ്റവും ഫസ്റ്റ് വരുന്നതാണ് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദാറ്റ് ഈസ് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഫസ്റ്റ് ഓർഡർ വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നോക്കാം. Many first order differential equation can be reduced to the form dy/dx is equal to gx by hy by algebraic manipulations. Then we can write equation 1 as hy dy equal to gx dx. Remember that the equation 2 is merely another way of writing 1. ഫസ്റ്റ് ഇക്വേഷനെ തന്നെ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫോം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഡിഫറെൻ്റ് അല്ല. സച്ച് ആൻ ഇക്വേഷൻ ഇസ് കോൾഡ് ആൻ ഇക്വേഷൻ വിത്ത് സെപ്പറബിൾ വേരിയബിൾസ് ഓർ സെപ്പറബിൾ ഇക്വേഷൻസ്. ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു, വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി, വൈ വേരിയബിൾസിനെ മാറ്റി എഴുതി, എക്സ് വേരിയബിൾസിനെ മാറ്റി എഴുതി. സോ ഈ ഇക്വേഷനെയാണ് ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ ഓർ സെപ്പറബിൾ ഇക്വേഷൻ എന്ന് പറയാം. ബിക്കോസ് ഇൻ ഇക്വേഷൻ 2 the variables x and y are separated so that x appears only on the right and y appears only on the left. By integrating both sides of equation 2 we obtain the one parameter family of solution as integral h of y dy equal to integral g of x dx plus c. ഒരേ ഒരു പാരാമീറ്റർ സി എന്ന് പറയുന്ന ഒറ്റ പാരാമീറ്റർ ഉള്ളൊരു സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക, വേർ സി ഇസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് വേരിയബിൾ സെപ്പറബിളിലൂടെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോൾവ് y dash is equal to ky. Solve y dash is equal to ky. എന്താണ് y dash? Y dash is dy/dx. Y dash dy/dx is equal to ky. dy/dx is equal to ky. So we are going to separate the variables. So dy/y is equal to k into dx. dy/dx is equal to k into dx. Integrating both side. അപ്പം നമ്മൾ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. dy/y ഈക്വൽ ടു കെ ഡി എക്സ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ y ടേംസ് മാത്രം, റൈറ്റ് ഹാൻഡ് സൈഡിൽ x ടേംസ് ആൻഡ് ദർ ഇസ് എ കോൺസ്റ്റൻറ്റ് k. സോ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്, ഇൻ്റഗ്രൽ dy/y is equal to k into integral dx.
ഇനി ഇൻ്റഗ്രൽ 1/y dy എന്താ വരിക? log y is equal to integral 1 dx is x. So k into integral dx is equal to kx plus a constant c1. ആ c1 എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യാനുള്ള കാര്യം നമുക്ക് അടുത്ത് സോൾവ് ചെയ്യുമ്പോൾ അറിയാം. So log y is equal to kx plus c1. So y will be equal to e raised to kx plus c1. e raised to kx plus c1. യുടെ പവറിൽ kx plus c1 എഴുതാം. സോ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാം. e raised to kx into e raised to c1. e raised to kx plus c1 e raised to kx into e raised to c1 സ്പ്ലിറ്റ് ചെയ്തു. So y equal to e raised to kx into e raised to c1 can be considered as a bigger constant c. So y equal to c into e raised to kx. Again, e raised to c1 is also a constant. So c into e raised to kx. Therefore y equal to c into e raised to kx. dy minus y minus 1 whole square dx is equal to 0. dy minus y minus 1 the whole square dx is equal to 0. So dy will be equal to y minus 1 whole square dx. Separating the variables, dy divided by y minus 1 whole square equal to dx. So variables have been separated. Now integrating both sides, integral dy by y minus 1 whole square equal to integral dx. Now when you are integrating integral dy by y minus 1 the whole square, it is of the form integral 1 by x square dx അല്ലേ. സോ അതിൻ്റെ ഫോർമുല എന്താ? എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് 1 by x സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -1 by x എന്നാവും. -1/x. So similarly here also integral dy by y minus 1 whole square will be equal to -1 by y minus 1. That is equal to integral 1 dx is x plus a constant c, integral constant c. So -1 will be equal to y minus 1 into x plus c. ഓക്കെ, എന്ത് ചെയ്തു? ഡിനോമിനേറ്റർ y minus 1നെ എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ആയിട്ട് ഒരു y minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. Multiplying both sides of the equation by y minus 1. So in left hand side y minus 1 get cancelled and only -1 remains, and on the right hand side it will become y minus 1 into x plus c. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Cosec y dx is equal to sec square x dy. Cosec y dx is equal to sec square x dy. So cosec y can be written as cosec y ne namukku variables have been separated. dx ne avadekku sec square x um dy ide avadekku cosec y um vannu. So 1 by sec square x dx is equal to dy by cosec y. It can be written as 1 by cosec y dy. Okay, so 1 by sec square x can be written as cos square x dx, and 1 by cosec y dy can be written as sin y dy. So left hand side ennu parayunnathu cosec square x dx and right hand side is sin y dy. Now integrating both sides. So integral cos square x dx will be equal to integral sin y. Cos square can be written as 1 plus cos 2x by 2. Cos square should be written as 1 plus cos 2x by 2. So integral 1 plus cos 2x whole divided by 2 dx will be equal to integral sin y dy. Now we can separate the integrals. So 1 by 2 into integral 1 dx plus 1 by 2 into integral cos 2x dx plus which is equal to integral sin y dy. 1 by 2 into integral 1 dx plus 1 by 2 into integral cos 2x dx is equal to integral sin y dy. Integral 1 dx is x. So 1 by 2 into x plus 1 by 2 into cos 2x integral of cos 2x is sin 2x by 2, which is equal to integral sin y is minus cos y plus c. On rearranging we get 1 by 2x plus 1 by 4 sin 2x is equal to minus cos y plus c.
multiplying both sides of the equations with 4. We are multiplying throughout by 4. So 4 into 1 by 2x will become 2x plus 4 into 1 by 4 sin 2x will become sin 2x equal to 4 into minus 4 into cos y plus 4c. Okay, here negative 4 cos y, right hand side we are having negative 4 cos y. Okay, so throughout we are just interchanging it, so it will become 4 cos y, positive 4 cos y. Okay, answer avada vechittu stop cheyam. 2x plus sin 2x is equal to minus 4 cos y plus 4c in stop cheyam, or it can be written as 4 cos y plus 2x sin 2x is equal to 4c, and that 4c can be considered as a bigger c, so it will be of the form 4 cos y plus 2x plus sin 2x is equal to c. Okay, so all the variables came to one side and constant is taken to the other side. That's all. Or it can stop in the step 2x plus sin 2x is equal to minus cos y plus 4c, and that 4c can be written as, if you want you can write it as a bigger c. Okay, that is a constant. Next question, dy by dx is equal to 3x square y by 1 minus x cube. dy by dx is equal to 3x square by 1 minus x cube into y. Separating the variables, dy by y is equal to 3x square by 1 minus x cube dx. Integrating both sides, integral dy by y is equal to integral 3x square by 1 minus x cube dx. Integral 1 by y dy is log y equal to integral 3x square by 1 minus x cube. Numerator is derivative of denominator, isn't it? So we can write it as negative log of 1 minus x cube plus c. Negative log of 1 minus x cube plus c. Now adding both sides of the equation with positive log of 1 minus x cube. So we get log y plus positive log of 1 minus x cube equal to c. So log x plus log y is log of xy. So we can write it as log of y into 1 minus x cube equal to c. That is y into 1 minus x cube equal to e raised to c, which is equal to y into 1 minus x cube equal to c. dy by dx is equal to xy plus 3x minus y minus 3 whole divided by xy minus 2x plus 4y minus 8. Okay, from the numerator, and in that from the first two terms you can take x as common, so the remaining is y plus 3, and from the third and the fourth term, from the third and the fourth term of the numerator you can take out negative 1 as common, so the remaining will be y plus 3. So the numerator changed as x into y plus 3 minus 1 into y plus 3. Similar transformation can be done in denominator also. Xy minus 2x, from that you can take x common and the remaining will be y minus 2, and from the third and fourth term 4y minus 8 you can take 4 as common, the remaining is y minus 2. Okay, now again it can be simplified, so the numerator will become y plus 3 into x minus 1 whole divided by y minus 2 into x plus 4. So dy by dx is equal to, we got y plus 3 by y minus 2 into x minus 1 by x minus 4. Now separating the variables, y minus 2 by y plus 3 dy equal to x minus 1 whole divided by x plus 4 dx. Now we need to, to continue the problem, we are just making small change in both sides of the numerator. Y minus 2, here it can be written as y plus 3 minus 5, and on the right hand side y minus 1 can be written as y plus 4 minus 5. Okay, so it will become y plus 3 minus 5 by y plus 3 dy equal to x plus 4 minus 5 by x plus 4 dx. Now we are splitting it, so y plus 1 by y plus 1 minus 5 divided by y
y plus 3 by y plus 3 minus 5 divided by y plus 3 dy equal to x plus 4 by x plus 4 minus 5 by x plus 4 dx. Now we can separate or integrate both sides now, and after that we can separate. Okay, so we can write it as d1 dy minus 5 by y plus 3 dy equal to 1 dx minus 5 by x plus 4 dx. Now integrating both sides, integral 1 dy minus 5 into integral 1 by y plus 3 dy equal to integral 1 dx minus 5 by integral 1 plus 1 by x plus 4 dx. Now integral 1 dy is y and minus 5 into integral 1 by y plus 5 dy is log y plus 3 which is equal to integral 1 dx is x minus 5 into integral 1 by x plus 4 dx is log x plus 4. So it will change it as, we are just transforming the equation. We are just transforming. How we are transforming? We are adding both side of the equation with 5 log x plus 4 and also subtracting both side of the equation with minus y or y. We are subtracting both side of the equation with y and adding both of the equation with 5 log x plus 4. And now what is 5 log x plus 4? 5 log x plus 4 can be written as log of x plus 4 whole raised to 5. So log of x plus 4 whole raised to 5 minus log of x y plus 3 whole raised to 5 equal to x minus y plus c. Now log of x minus log of y is log of x by y. So log of x plus 4 whole raised to 5 by y plus 3 whole raised to 5 equal to x minus y plus c. That is x plus 4 whole raised to 5 by y plus 3 whole raised to 5 equal to e raised to x into e raised to minus y into e raised to c. So e raised to x plus 4 whole raised to 5, x plus 4 whole raised to 5 by y plus 3 whole raised to 5 equal to e raised to x by e raised to y into e raised to c, cross multiplying. So e raised to y into x plus 4 whole raised to 5 equal to e raised to x into y plus 3 whole raised to 5 into e raised to c. E raised to c can be considered as a constant, so you will get it as x plus 4 whole raised to 5 into e raised to y equal to c into y plus 3 whole raised to 5 into e raised to x. So I hope that you have understood how we are solving by variable separable method. Now few more problems can be discussed in the other coming videos. Thank you.